ഒരിക്കൽ കൂടി എല്ലാവർക്കും ഡെന്നി സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒരു കുസൃതി ചോദ്യത്തിൽ നിന്ന് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ചോദ്യം ഇതാണ്: ആടുകൾ ഏറ്റവും കൂടുതൽ ഉച്ചരിക്കുന്ന ഫിസിക്സിലെ സമവാക്യം ഏതാണ്? ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുമ്പോഴേക്കും നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടും. സോ ലെറ്റ്സ് വാച്ച് ദ വീഡിയോ. Newton's first law defines what is force and inertia. ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം എന്താണ് ജഡത്വമെന്നും എന്താണ് ബലമെന്നും നിർവചിക്കുന്നു. അങ്ങനെയെങ്കിൽ ക്യാൻ ബി മെഷർ ഫോഴ്സ്, നമുക്ക് ബലം അളക്കാൻ സാധിക്കുമോ? അതാണ് നാം ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. നിശ്ചലാവസ്ഥയിൽ 1 കിലോഗ്രാം മാസുള്ള ഒരു ബോൾ ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ബോളിന്റെ മൊമെന്റം അഥവാ ആക്കം എത്രയായിരിക്കും? It will be 0. കാരണം since the ball has no velocity, its momentum will be 0. ഈ ബോളിൽ ഞാൻ ഒരു അല്പം ബലം പ്രയോഗിക്കുമ്പോൾ ബോൾ ചലിക്കും നിങ്ങൾക്കറിയാം. അപ്പോൾ ആ ബോളിന്റെ പ്രവേഗം 5 മീറ്റർ പെർ സെക്കൻഡ് ആയി എന്നുണ്ടെങ്കിൽ ആ ബോളിന്റെ ആക്കം അഥവാ മൊമെന്റം എത്രയായിരിക്കും? So we know that P is equal to m into v. So mass is equal to 1 kilogram. Velocity becomes 5 meter per second. So by substituting, we'll get P is equal to 1 into 5 is equal to 5 kilogram meter per second. So ആദ്യം അതിന്റെ മൊമെന്റം 0 ആയിരുന്നു. അതിനെ നമുക്ക് വേണമെങ്കിൽ ആദ്യ ആക്കം അല്ലെങ്കിൽ ഇനീഷ്യൽ മൊമെന്റം എന്ന് പറയാം. ഇപ്പോൾ ബലം കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ബോളിന്റെ മൊമെന്റം 5 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആയി. അങ്ങനെയെങ്കിൽ അതിന് നമുക്ക് അന്ത്യ ആക്കം അല്ലെങ്കിൽ ഫൈനൽ മൊമെന്റം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയെങ്കിൽ ഇവിടെ ഉണ്ടായ ചേഞ്ച് ഇൻ മൊമെന്റം നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാലോ. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഫൈനൽ മൊമെന്റത്തിൽ നിന്ന് ഇനീഷ്യൽ മൊമെന്റം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ചേഞ്ച് ഇൻ മൊമെന്റം. അങ്ങനെയെങ്കിൽ ചേഞ്ച് ഇൻ മൊമെന്റം ഈസ് ഈക്വൽ ടു 5 മൈനസ് 0 ഈസ് ഈക്വൽ ടു 5 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഇവിടെയും മൊമെന്റം ചേഞ്ച് ഉണ്ടായത് ഒരു 5 സെക്കൻഡ് കൊണ്ട് ആണ് എന്നുണ്ടെങ്കിൽ can we calculate the rate of change of momentum? അതായത് 5 സെക്കൻഡ് കൊണ്ട് 5 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ചേഞ്ച് ഇൻ മൊമെന്റം ഉണ്ടായെങ്കിൽ 1 സെക്കൻഡിൽ ഉണ്ടായ ചേഞ്ച് ഇൻ മൊമെന്റത്തിനെയാണ് നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം അല്ലെങ്കിൽ ആക്ക വ്യതിയാന നിരക്ക് എന്ന് മലയാളത്തിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ we can write the equation for rate of change of momentum അല്ലെങ്കിൽ ആക്ക വ്യതിയാന നിരക്ക് is equal to change in momentum by time അല്ലെങ്കിൽ ആക്ക വ്യത്യാസം ബൈ സമയം. സോ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ചേഞ്ച് ഇൻ മൊമെന്റം 5 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്, സമയം 5 സെക്കൻഡ് ആണ്. സോ ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് വി വിൽ ഗെറ്റ് 5 by 5 is equal to 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കാരണം ചേഞ്ച് ഇൻ മൊമെന്റത്തിന്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്, സമയത്തിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. സോ ചേഞ്ച് ഇൻ മൊമെന്റം ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് യൂണിറ്റ് വിൽ ബിക്കം കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി ഇതേ എക്സ്പെരിമെന്റിൽ തന്നെ ഞാൻ അല്പവും കൂടെ ബലം കൂട്ടിക്കൊടുക്കുമ്പോൾ സമയത്തിന് മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല, സമയം 5 സെക്കൻഡ് തന്നെയാണ്. അപ്പോൾ ആ ബോളിന്റെ വെലോസിറ്റി 5 എന്നുള്ളത് 10 മീറ്റർ പെർ സെക്കൻഡ് ആയി എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഫൈനൽ മൊമെന്റം? So it will be 1 into 10 is equal to 10 kilogram meter per second. അങ്ങനെയെങ്കിൽ കാൽക്കുലേറ്റ് ദി ചേഞ്ച് ഇൻ മൊമെന്റം. അപ്പോൾ ഇവിടെ ഇനീഷ്യൽ മൊമെന്റം അല്ലെങ്കിൽ ആദ്യാക്കം 0 ആണ്, ഇവിടെ ഫൈനൽ മൊമെന്റം അല്ലെങ്കിൽ അന്ത്യാക്കം 10 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ വി ക്യാൻ കാൽക്കുലേറ്റ് ചേഞ്ച് ഇൻ മൊമെന്റം അല്ലെങ്കിൽ ആക്ക വ്യത്യാസം is equal to ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം അല്ലെങ്കിൽ അന്ത്യ ആക്കം മൈനസ് ആദ്യ ആക്കം is equal to 10 minus 0 is equal to 10 kilogram meter per second. Now just calculate the rate of change of momentum അല്ലെങ്കിൽ ആക്ക വ്യതിയാന നിരക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. So equation for rate of change of momentum is equal to change in momentum divided by time. Here change in momentum is 10 kilogram meter per second and time there is no change 5 seconds. So 10 by 5 is equal to 2 kilogram meter per second square. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ആദ്യം കുറച്ച് ബലം കൊടുത്തു കഴിഞ്ഞപ്പോൾ
ആ വസ്തുവിനുണ്ടായ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരുന്നു. എന്നാൽ കുറച്ചും കൂടെ ബലം കൂടുതൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ് ടു 2 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താമല്ലോ. ദാറ്റ് ഈസ് when we increase the amount of force, the rate of change of momentum happen to a body will also increase. അതായത് ഒരു വസ്തുവിൽ ബലം കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ അതിലുണ്ടാവുന്ന ആക്ക വ്യതിയാന നിരക്ക് കൂടും എന്ന് നമുക്ക് പറയാം. That is, we can say that force F is directly proportional to rate of change of momentum. അതായത് ഫോഴ്സ് കൂടുന്നതനുസരിച്ചിട്ട് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കൂടുന്നു, ഫോഴ്സ് കുറയുന്നതനുസരിച്ചിട്ട് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കുറയുന്നു. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബലം കൂടുന്നതനുസരിച്ചിട്ട് ആക്ക വ്യതിയാന നിരക്ക് കൂടുന്നു, ബലം കുറയുന്നതനുസരിച്ചിട്ട് ആക്ക വ്യതിയാന നിരക്ക് കുറയുന്നു. Now we can state this in the form of a mathematical expression. That is, we said that initial momentum will be is equal to mass into initial velocity. That is m into u. Then final momentum, Antiyakam, that is equal to mass into final velocity, that is v. So final momentum is equal to m into v. അങ്ങനെയാണെങ്കിൽ we can write change in momentum is equal to final momentum, that is Antiyakam minus initial momentum, that is Adiyakam. അങ്ങനെയെങ്കിൽ we can write change in momentum is equal to mv minus mu. Now we calculated rate of change of momentum, which is equal to change in momentum divided by time. So we have got change in momentum is equal to mv minus mu, and time we have got t seconds. So rate of change of momentum is equal to mv minus mu by t. So ഇവിടെ n എന്നുള്ളത് കോമൺ ഫാക്ടർ ആണ്. So m is taken out. So the equation becomes m into v minus u by t. So we already said that force is directly proportional to rate of change of momentum. Now we have got the equation for rate of change of momentum is equal to m into v minus u by t. So I can write as f proportional m into v minus u by t. And we have already studied in the previous chapter. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് v minus u by t is equal to acceleration അല്ലെങ്കിൽ ത്വരണമാണ്. So just substitute acceleration in this equation. So the equation becomes f proportional to m into a. That is, equation becomes f proportional to ma. So this is a proportional equation. So in order to replace the proportional symbol, you have to multiply with a constant. So here the constant is k. So we can write f is equal to k m a, where k is the constant. Here the value of constant k is equal to 1. So the equation becomes f is equal to ma. We have got an equation for force, that is f is equal to m into a, അല്ലെങ്കിൽ f is equal to ma. പലപ്പോഴും കുട്ടികൾക്കുള്ള ഒരു കൺഫ്യൂഷനാണ് എന്തുകൊണ്ട് കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുള്ളത്. രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് നടത്തിയിരിക്കട്ടെ. ഉദാഹരണത്തിന് ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നമുക്കൊന്ന് പരിഗണിക്കാം. ഉദാഹരണത്തിന് 2 ന്യൂട്ടൺ ബലം കൊടുത്തപ്പോൾ ഒരു വസ്തുവിനുണ്ടായ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം 4 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. 2 ന്യൂട്ടന്റെ സ്ഥാനത്ത് 3 ന്യൂട്ടൺ ബലം കൊടുത്തപ്പോൾ അവിടെ ഉണ്ടായ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം 6 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയെന്ന് വിചാരിക്കുക. വീണ്ടും 4 ന്യൂട്ടൺ കൊടുത്തപ്പോൾ അവിടെ ഉണ്ടായ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം 8 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ബലം കൂടുന്നതനുസരിച്ചിട്ട് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കൂടുന്നു എന്ന് ഈ എക്സ്പെരിമെന്റിൽ നമുക്ക് മനസ്സിലാക്കാം. That is, while increasing the force, the rate of change of momentum is also increased. അങ്ങനെയെങ്കിൽ ഞാൻ ബലത്തിന് അല്ലെങ്കിൽ ഫോഴ്സിന് f എന്നുള്ള വേരിയബിൾ കൊടുക്കുന്നു, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന് m എന്നുള്ള വേരിയബിൾ കൊടുക്കുന്നു. അങ്ങനെയെങ്കിൽ ഇതിന് എനിക്ക് മാത്തമാറ്റിക്കലി എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? I can mathematically express as f proportional to m. That is, as f is increased, rate of change of momentum is increased. Okay. Now, ഒന്നാമത്തെ ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ
2 4 ആകണമെങ്കിൽ we have to multiply with 2. 2 into 2 is equal to 4. രണ്ടാമത്തെ ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ 3 6 ആവണമെങ്കിൽ 3 into 2 is equal to 6. Again മൂന്നാമത്തെ ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ 4 into 2 is equal to 8. So 2 എന്നുള്ള കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ we can remove the proportional sign. ആദ്യത്തെ കേസിൽ f is equal to 2 എന്ന് എഴുതാം. രണ്ടാമത്തെ കേസ് എടുത്തു കഴിഞ്ഞാലും f is equal to 2 എന്ന് എഴുതാം. മൂന്നാമത്തെ കേസ് എടുത്തു കഴിഞ്ഞാലും f is equal to 2 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന കോൺസ്റ്റന്റ് 2 ആണ്. അപ്പൊ ഇത്തരത്തിൽ പരീക്ഷണങ്ങൾ നടത്തി അതിൽ നിന്ന് ഒരു ഡാറ്റ കളക്ട് ചെയ്തിട്ട് ആ ഡാറ്റയിൽ നിന്നാണ് വാട്ട്സ് ദ കോൺസ്റ്റന്റ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമപ്രകാരം we have got the equation f is proportional to ma. So we remove the proportional symbol by multiplying with a constant k whose value is equal to 1. So in this way we have got an equation for f is equal to ma. അങ്ങനെയാണെങ്കിൽ it is very easy to measure the force. That is, if we know the mass of a body and if we know its acceleration, we can calculate how much force would have been experienced by that body. ഒരു വസ്തുവിന്റെ മാസും അതിനുണ്ടാവുന്ന ത്വരണവും അറിയാമെന്നുണ്ടെങ്കിൽ ആ വസ്തുവിന്മേൽ ഉണ്ടായിരിക്കേണ്ട ഫോഴ്സ് എത്രയാണെന്ന് ഇക്വേഷൻ പ്രകാരം നമുക്ക് കണ്ടെത്താം. ഇങ്ങനെയാണ് നാം ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമപ്രകാരം എഫ് അല്ലെങ്കിൽ ബലം മെഷർ ചെയ്യുന്നത്. സോ തമാശയ്ക്ക് പറയാറുണ്ട് f is equal to ma എന്നുള്ള ഇക്വേഷൻ ആടുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് f is equal to ma എന്ന് തമാശയ്ക്ക് പറയാറുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ f is equal to ma എന്നുള്ളത് നമ്മൾ കുറച്ചൊന്ന് സ്പീഡിൽ ഉച്ചരിച്ചു കഴിഞ്ഞാൽ ആടുകൾ കരയുന്ന പോലെ മേ മേ എന്ന് പറയാറുണ്ടല്ലോ. അതുകൊണ്ട് പൊതുവെ തമാശയ്ക്ക് പറയാറുണ്ട് ആടുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് ന്യൂട്ടന്റെ രണ്ടാമത്തെ ചലന സമവാക്യം എന്ന് തമാശയ്ക്ക് പറയാറുണ്ട്. ജസ്റ്റ് അത് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രം. If f should be 1, mass should be 1 kilogram and acceleration should be 1 meter per second square. അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് f is equal to 1 ന്യൂട്ടൺ എന്ന് കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ f നെ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാം. അങ്ങനെ ഡിഫൈൻ ചെയ്യാം. f is that force which is required to produce 1 meter per second square acceleration on a body of mass 1 kilogram. അതായത് 1 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിൽ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണം ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ബലമാണ് 1 ന്യൂട്ടൺ. So we have got the equation f is equal to ma according to Newton's second law of motion. ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമപ്രകാരം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഇക്വേഷൻ ആണ് f is equal to ma എന്നുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ഉൾപ്പെടുത്തണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ വീഡിയോ ലെങ്ത് കൂടുന്ന കാരണം കൊണ്ട് അടുത്ത വീഡിയോ ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമവുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.